എന്നാണ് കണ്ടത്. ഇന്ന് MLA-മാരുടെ ആസ്തി വികസന ഫണ്ടും പ്ലാൻ ഫണ്ടും ബഡ്ജറ്റ് ഫണ്ടും ഉപയോഗിച്ച് അതിൽ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും കളിക്കളം നിർമ്മിക്കാനാണ് കഴിഞ്ഞത്. ഏകദേശം 560 കോടി രൂപ ഇതിനായി ചെലവഴിച്ചു ഈ പഞ്ചായത്ത് കളിക്കള പദ്ധതിക്കാണ്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയുള്ള കായിക വകുപ്പ് ഈ പഞ്ചായത്തിന് നൽകുന്ന കളിക്കളം പദ്ധതി 50 ലക്ഷം രൂപ, കായിക വകുപ്പും 50 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട MLA-യുടെ ആസ്തി വികസന ഫണ്ടുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികൾ ഏകദേശം 96 പദ്ധതികളാണ് നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത്. അതോടൊപ്പം വലിയ പദ്ധതികൾ ധാരാളമുണ്ട്. ഒറ്റപ്പാലം 10 കോടിയുടെ പ്രവൃത്തി അടക്കം ധാരാളം പദ്ധതികളാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് എല്ലാ മേഖലയിലും കായിക പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുക എന്നല്ല. ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചു കഴിഞ്ഞു. വലിയ വിപത്താണ്. ആ വിപത്തിനെ നേരിടുക എന്നുള്ളത് നമ്മുടെ കുട്ടികളെ കളിക്കളങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. അത് നമ്മൾ അവലംബിക്കുക. ഇതിൻ്റെ ഭാഗമായി 2 പ്രധാന കാര്യങ്ങൾ LSTD-യുമായി ചേർന്ന് അപ്പം നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 30% പണം ഈ കളിക്കളങ്ങൾ നിർമ്മിക്കാൻ ഇപ്പോൾ മാറ്റി വെച്ചു. അത് നമ്മൾ LSTD വകുപ്പുമായി ചർച്ചയുടെ ഭാഗമായി വെച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ അതിന് തൊട്ട് മുമ്പ് തന്നെ മറ്റൊരു സർക്കുലർ പോലെ അതിൽ ഈ കളിക്കളങ്ങളിൽ കുട്ടികൾക്ക് കായിക പരിശീലനത്തിനായി 1-2 പരിശീലകരെ നിയമിക്കാൻ കഴിയുന്ന മറ്റൊരു സർക്കുലർ. അത് പ്രകാരം ഒരു മാസത്തിൽ അവർക്കൊരു 15,000 20,000 രൂപ കിട്ടുന്ന പോലെ ഉള്ള മണിക്കൂറുകൾ കണക്കാക്കി അവരെ വെക്കാനുള്ള അനുമതിയും നിങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ കളിക്കളങ്ങൾ സജ്ജീകരിക്കുക എന്നതിനോടൊപ്പം തന്നെ ശാസ്ത്രീയമായി കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കൂടി കഴിയുന്ന വിധത്തിലാണ് നമ്മൾ ഇതിനെ സജ്ജീകരിച്ചിട്ടുള്ളത്. അത് പല സ്ഥലങ്ങളിലും വലിയ മാറ്റമുണ്ടായിരുന്നു. പക്ഷെ പല പഞ്ചായത്തുകളും കളിക്കളം ഇല്ലാത്തതുകൊണ്ട് നടത്താത്തതായുണ്ട്. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പഞ്ചായത്തുകൾ ഇത്തരം കാര്യങ്ങളിൽ ഇനി ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട്. കാരണം നമ്മുടെ കളിക്കളങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഓരോ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ധാരാളം കെട്ടിടങ്ങളും വീടുകളൊക്കെ വരുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ കെട്ടിടങ്ങളും വീടുകളൊക്കെ തന്നെ മാറി. അതിന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ 3-4 കളിക്കളങ്ങൾ ഒരു ദിവസങ്ങളിൽ നമ്മൾ കറങ്ങി നടന്നിട്ടുള്ള കാലം. പിന്നെ അത് മാറി. ഇന്ന് ഒരു കളിക്കളം തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കിട്ടാത്ത ഒരു നാളായി ഇതിനാളെ മാറി. അപ്പം അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കായിക ലഹരിക്കെതിരായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്ന വലിയ ഒരു ക്യാമ്പയിൻ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും ഉപയോഗിക്കാതെ കിടക്കുന്ന പുതിയ ഏതെങ്കിലും കളിക്കളം ഉണ്ടെങ്കിൽ ആ കളിക്കളങ്ങൾ കൂടി ശരിയാക്കി ചില വാർഡുകളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള കളിക്കളമാണ്. അപ്പോൾ അത് നവീകരിക്കാൻ ചെറിയൊരു പൈസ കൊടുക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയത്. ഇങ്ങനെ ഒരു നാട്ടുപുറങ്ങളിലൊക്കെയുള്ള ചെറിയ കളിക്കളാണ് കുട്ടികൾക്ക് പന്തലിട്ട് കളിക്കാനും ഒരു ബാഡ്മിൻ്റനും ഒക്കെ പറ്റുന്ന അങ്ങനത്തെ സ്ഥലങ്ങൾ കൂടി കണ്ടെത്താനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഒരു കായിക സംസ്കാരത്തിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കുക. എപ്പോഴും നമ്മുടെ കേരളം കായിക പ്രവർത്തനങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഫുട്ബോളായാലും വോളിബോളായാലും ഒക്കെ തന്നെ നമ്മുടെ ഒരു രീതിയാണ്. ആ ഒരു സ്പിരിറ്റ് നമുക്ക്. അപ്പോൾ ഇതിനെ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. ധാരാളം പദ്ധതി കായിക മേഖലയുമായി നമ്മൾ നടത്തുന്നുണ്ട്. ഗോൾഡ് പദ്ധതി എന്ന് സംസ്ഥാനത്ത് നടക്കുന്നു. 5 ലക്ഷം കുട്ടികൾക്ക് കായിക ഫുട്ബോളിൽ പരിശീലനം, പ്രാഥമികമായിട്ട് പരിശീലനം നൽകുക എന്നുള്ളത്, കുട്ടികളെ പരിചയപ്പെടുത്തുക. ഏതെങ്കിലും ഗ്രൗണ്ടുകളിൽ കുട്ടികളെ ചെറുതായി പന്ത് കളിച്ച് അവരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ തന്നെ ഓരോ ഭാഗങ്ങളും നടത്തുന്നത്. അപ്പോൾ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോളേജ് ലീഗ് മത്സരങ്ങൾ എല്ലാ കോളേജുകളും സ്പോർട്സ് ക്ലബ്ബുകൾ ഇപ്പോൾ രൂപീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണത്തോടുകൂടി കോളേജിലെ കുട്ടികളെ കൂടുതൽ കായിക രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് മുതിർന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് ഈ കായിക പരിശീലനത്തോടൊപ്പം തന്നെ അവരുടെ പോക്കറ്റ് മണിയെ
പണം കൂടി